ഭരണഘടനാ ഭേദഗതികൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളാണ് 100, 101, 102 തുടങ്ങിയ 106 വരെയുള്ളതൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നുണ്ട്, മറ്റേതും ചോദിക്കുന്നുണ്ട്. ഇതിൽ 100ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പ്രാദേശിക കൈമാറ്റം നടത്തിയതിനെ കുറിച്ചാണ്. ആ ഭേദഗതിയാണ് 100ാമത്തേത് എന്ന് പറയുമ്പോൾ 111 പ്രദേശങ്ങൾ ബംഗ്ലാദേശിലേക്കും 51 പ്രദേശങ്ങൾ ഇന്ത്യയിലേക്കും കൈമാറിയതാണ്. 101ാമത്തെ അമെൻമെൻറ്റ് GST ഫോർമേഷനാണ്. 2016 GST ഫോം ചെയ്യുന്നത്. 102ാമത്തെ NCBC വെച്ചാൽ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. അവർക്ക് ഈ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസിന് അതിനൊരു ഭരണഘടനാ മാറ്റിയതാണ് 102ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി ആർട്ടിക്കിൾ 338B ഉൾപ്പെടുത്തി. 103ാമത്തെ ഭരണഘടനാ ഭേദഗതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നാക്ക സമുദായക്കാർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയതാണ്. ഇനി 104ാമത്തെ ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ അവസാനിപ്പിച്ചു 2020 പ്ലസ് SC/ST സംവരണം. ലോക്സഭയിലും നിയമസഭയിലുമുള്ള SC/ST സംവരണം 10 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. 2030 വരെയാണ് ഇപ്പോൾ ഉള്ളത്. 105ാമത്തെ സാമൂഹികമായും വിദ്യാഭ്യാസപരവും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സ്റ്റേറ്റിൻ്റെ അവകാശം പുനഃസ്ഥാപിച്ചു. 106ാമത്തെ നാരി ശക്തി വന്ദൻ അധിനിയമമാണ്. ലോക്സഭ അതുപോലെ നിയമസഭയിൽ സ്ത്രീകൾക്കുള്ള 33% സ്ത്രീകൾക്ക് സംവരണം ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട നിയമമാണ് നാരി ശക്തി വന്ദൻ അധിനിയമം എന്ന് പറയുന്നത്. അപ്പോൾ 100 മുതൽ 106 വരെ പറയുകയാണെങ്കിൽ 100 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള പ്രാദേശിക കൈമാറ്റം, 101 GST, 102 NCBC, 103 EWS ഇക്കണോമിക് വീക്കർ സെഷൻ, 104 ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ റിസർവേഷൻ എടുത്ത് മാറ്റി SC/STക്ക് 10 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. 105 സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനുള്ള അവകാശം സ്റ്റേറ്റിന് പുനഃസ്ഥാപിച്ചു കൊടുത്തു. 106 നാരിശക്തി വന്ദൻ അധിനിയമം. ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ഭൂപരിഷ്കരണമാണ്. 13ാമത്തെ നാഗാലാൻഡ് സ്റ്റേറ്റ് ഫോർമേഷൻ. 14ാമത്തെ പുതുച്ചേരി ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടതാണ്. 22ാമത്തെ മേഘാലയ സ്റ്റേറ്റ് ഫോർമേഷൻ. 24ാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഭാഗവും അമെൻഡ് ചെയ്യാനായിട്ട് പാർലമെൻറ്റിന് അധികാരം ഏർപ്പെടുത്തുന്നതാണ് 24ാമത്തെ. അപ്പോൾ 1ാമത്തെ ഭൂപരിഷ്കരണം, 13ാമത്തെ നാഗാലാൻഡ് സ്റ്റേറ്റിൻ്റെ ഫോർമേഷൻ, 14 പുതുച്ചേരി ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുത്തിയത്, 22ാമത്തെ മേഘാലയ, 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഭാഗവും അമെൻഡ് ചെയ്യും. 42ാമത്തെ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതാണ്. 44ാമത്തെ സ്വത്തവകാശത്തെ എടുത്തു കളഞ്ഞതാണ്. 73ാമത്തെ ഭേദഗതി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ്. 74ാമത്തെ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടത്. 86ാമത്തെ ഭരണഘടനാ ഭേദഗതി വിദ്യാഭ്യാസം മൗലികാവകാശവും മൗലിക കടമയുമാക്കി മാറ്റിയ ഭേദഗതിയാണ് 86ാമത്തെ ഭരണഘടനാ ഭേദഗതി. 91ാമത്തെ കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താൻ. കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുമ്പോഴല്ല, കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താൻ കൊണ്ടുവന്ന ഭേദഗതിയാണ് 91ാമത്തെ. 52ാമത്തെയാണ് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്.